നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്. എന്ത് ചോദ്യം? സംശയം, നിങ്ങളുടെ സംശയം. എന്ത് സംശയം? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. രത്തൻ ഖേൽക്കറെ പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. എന്താ കേൾക്കണോ? ഇതാ കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജന്റായി ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണ്. നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ക്യാബിനറ്റ് ബ്രീഫിങ്ങിന്റെ 3-ാമത്തെ അധ്യായം അവിടെ എത്തിയതേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും മുഖ്യമന്ത്രിയെ വി ഡി സതീശനെ മോദീശൻ എന്നുവരെ വിളിക്കാൻ തുടങ്ങി എതിരാളികൾ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്തെല്ലാം അണ്ടർധാര കഥകളാണ് പുറത്തു വരുന്നത്. ഈ ശത്രുക്കൾ എന്തെല്ലാമാണ് പടച്ചുവിടുന്നത്. അണ്ടർധാര നിലനിൽക്കെ തന്നെ അവർ തമ്മിൽ അന്തർധാര എന്നുള്ള കഥയും പടച്ചുവിട്ട് ജനത്തെ വിശ്വസിപ്പിച്ച് വോട്ട് നേടി ജയിച്ച് അധികാരത്തിലെത്തിയപ്പോഴാണ് വി ഡിക്ക് കാര്യം പിടികിട്ടിയത്രേ. ഇതെല്ലാം തിരിച്ചടിക്കും എന്ന്. അല്ലപ്പാ, ഒന്നും പറയാനില്ലേ മുഖ്യമന്ത്രിക്ക്? നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്. എന്ത് ചോദ്യം? സംശയം, നിങ്ങളുടെ സംശയം. എന്ത് സംശയം? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. അതായത് ബംഗാളിൽ അവിടുത്തെ സംസ്ഥാനത്തെ ഇലക്ട്രൽ ഓഫീസറെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് SIR ഇതൊക്കെ കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി ആക്കി. അത് BJPയുടെ തെരഞ്ഞെടുപ്പ് മോഷണത്തിനുള്ള വമ്പൻ പ്രതിഫലമാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ ആരോപിച്ചു. ഇവിടെ കേരളത്തിൽ SIRൽ BJP ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അതായത് താങ്കൾ തന്നെ പറഞ്ഞയാളെ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ, അതായത് താങ്കൾ മുഖ്യമന്ത്രിയായപ്പോൾ സെക്രട്ടറിയുമാക്കി. ഇത് തമ്മിൽ എന്തോ ചില പൊരുത്തങ്ങളില്ലേ? എന്തായി പറയുന്നത്? വേറെന്താ, ഇതന്നെ. ഇതിനെപ്പറ്റി പറ. അന്ന് വല്ല അണ്ടർധാരയും പ്രവർത്തിച്ചിരുന്നോ? രത്തൻ ഖേൽക്കറെ SIRും തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് നേരെ പൂക്കിയെടുത്ത് സെക്രട്ടറി ആക്കുന്നതിൽ വല്ല BJP പാലവും ഉണ്ടോന്ന്? ഇങ്ങനത്തെ തമാശകള് ഞാൻ ഇതിനെ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണ്. എന്തൊരു തമാശയാണ്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട്. അതന്നെയാണ് നമ്മൾ ഈ പ്രശ്നം. ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും കാലം പിണറായിനെ നോക്കി വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നാട്ടുകാർ വിശ്വസിച്ചു. എന്നിട്ടിപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സമാന നില, ഉൾട്ടയടിച്ചുകൊണ്ടുള്ള വർത്താനവും. അതിനെതിരെ അന്ന് വോട്ടും ചെയ്ത് ഇപ്പം മുഖ്യമന്ത്രിയാക്കിയപ്പോൾ അതിലും ഇരട്ടി വേഗത്തിൽ അതേ കാര്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിലും കടത്തി ചെയ്യുന്നു. മോദിയുടെ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ കാര്യം രാഹുൽ ഗാന്ധി മുതൽ മുഖ്യമന്ത്രി വരെ സ്ഥിരം പറയാറുള്ളതല്ലേ. ഇതിപ്പോ ഇങ്ങനെ ഒരു രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയാക്കി അങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്നു. ഇതിലിപ്പോ എന്തോ ഒരു അണ്ടർധാര ഇല്ലേ, അസാധാരണത്വം ഇല്ലേ? എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ. പക്ഷേ ഏതിനെ വിമർശിക്കണമെന്ന് ഞാൻ പറയും എന്ന്. അല്ലപ്പാ, രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ രാഹുൽ മുതൽ KC വരെ പ്രതിക്കൂട്ടിലാണ് അവിടെ ഡൽഹിയിൽ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിന്റെ അടിസ്ഥാനം? എന്താ? CM തന്നെ പറ. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? എങ്ങനെയാണ്? ഗവൺമെന്റ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. ആര് നിയമിക്കും? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. അതന്നെ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമിക്കുന്നത് എന്ന്. അങ്ങനെ നിയമിക്കപ്പെട്ടവർക്ക് എതിരായാണ് രാഹുൽ ഗാന്ധി മുതൽ വി ഡി സതീശൻ വരെ അന്ന് പരാതി പറഞ്ഞത്. പിന്നീട് രാഹുൽ ഗാന്ധി ബംഗാളിൽ കടുത്ത നിലപാടെടുത്തതും ഒടുക്കം പാലം കടന്നപ്പോൾ പിടിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രി സെക്രട്ടറിയുമാക്കി. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ജോലി തീർന്നു. അല്ല, അതൊക്കെ തീർന്നു. എന്നാലും വേറെ എത്ര ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ടും SIRന് നേതൃത്വം നൽകിയ, തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറെ തന്നെ സെക്രട്ടറി ആക്കിയതിൽ ഒരു ദുരൂഹത മണക്കുന്നില്ലേ? പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുകയാണ്. അങ്ങനെയാണോ സംഭവിക്കാറുള്ളത്? ബംഗാൾ മുതൽ കേരളം വരെ ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ആ ചർച്ചയെക്കുറിച്ചാണ് ചോദ്യം. രത്തൻ ഖേൽക്കറുടെ നിയമനത്തെക്കുറിച്ച്. ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. അതിനുശേഷം എവിടേക്കാ പോയത്? ഹോമിലേക്ക് പോയി. അതെ, ആഭ്യന്തര വകുപ്പിലേക്കാണ് പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉടനെ സെക്രട്ടറി ആയിട്ടല്ല പോയത്. പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. അതെ, അത്രയും കാലം എടുത്തു. ഇതിപ്പോ എന്താ? കൃത്രിമത്വം ആരോപിക്കപ്പെട്ട SIR. വി ഡി സതീശന്റെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ഭാഷയിൽ BJP ഏജന്റായി പ്രവർത്തിച്ച സംവിധാനത്തിന്റെ കേരളത്തിലെ ഒന്നാമൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അതേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സെക്രട്ടറിയായി വരുന്നു. ഇതാണ് ബംഗാളിലും സമാന നിലയാണ് ഉണ്ടായത്. അവിടെയും അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പിന്നീട് ഉടനെ സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറിയായി. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ മോഷണത്തിനുള്ള വലിയ പ്രതിഫലം എന്ന്. വി ഡി സതീശന്റേത് ബംഗാളിലെ പോലെ ഇവിടെ വലിയ പ്രതിഫലമാണോ എന്നതാണ് ചോദ്യം. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ
ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. ഇവിടെയും ഉന്നയിച്ചല്ലോ. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? കംപ്ലൈന്റ് പറഞ്ഞിരുന്നല്ലോ. ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIRനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? CPM അദ്ദേഹത്തെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. CPM പറഞ്ഞിരുന്നു. പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്? ഇപ്പൊ അങ്ങനെയായ എന്നാ പിന്നെ പോട്ടെ. നിങ്ങളും പറഞ്ഞിരുന്നു, പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നു അന്ന്. എന്താ കേൾക്കണോ? ഇതാ കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജന്റായി അടിച്ചേൽപ്പിക്കാൻ കേരളത്തിൽ എന്താ പ്രശ്നം? അടിച്ചേൽപ്പിക്കാൻ മനഃപൂർവ്വം. സത്യസന്ധവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടിക കളങ്കിതമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. ഞങ്ങൾ അതിനെ ചെറുക്കും. ഇപ്പൊ കേട്ടാ അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ കംപ്ലൈന്റ് കേട്ടാ? അല്ല വെയിറ്റ്, ഇത് പറ, ഇതല്ലേ ചോദ്യം? ഇതും അതേ ചോദ്യം തന്നെ. ഉത്തരം പറ. രത്തൻ ഖേൽക്കറിന്റെ കാര്യം പറ. അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. UDFന് 102 സീറ്റ് മേടിച്ചു തന്നത് ഈ രത്തൻ ഖേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്താ അതിൽ തമാശ? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓഫീസിൽ വെച്ചത്. അതാണോ തമാശ? അദ്ദേഹം അത്ര വലിയ തമാശയാണോ? അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ. അതുപോലെയാണോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സെക്രട്ടറി ആകുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതല്ലല്ലോ ഇത് രാഹുൽ പറഞ്ഞ വലിയ മോഷണത്തിനുള്ള വലിയ പ്രതിഫല ആരോപണം പോലത്തെ അല്ലേ? അല്ലപ്പാ, ഇതൊക്കെ ചെയ്തിട്ട് മോദിയെ സന്തോഷിപ്പിക്കാൻ ഒരു കൂടിക്കാഴ്ച കൂടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. അതെന്താ പറഞ്ഞാല് വല്ല അണ്ടർധാരയോ ആണോ? ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യമായിട്ടാ. പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് അത്ര വലിയ അനൗചിത്യമാണോ? ആളുകളോട് പറയുന്നതിൽ ഇങ്ങനെ മാനക്കേടിന്റെ കാര്യമില്ല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതൊക്കെ സാധാരണയാണ്. അത് ഗംഭീരായി. അല്ലപ്പാ, ഈ ഉൾട്ടയടി എല്ലാ കാര്യത്തിലുണ്ടോ? മോദി സർക്കാർ പെട്രോൾ വില കൂട്ടി പോകുമ്പോൾ പ്രതിപക്ഷത്തായിരുന്നപ്പം നിരന്തരം സമരം ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ നികുതി കുറക്കണം എന്നാലോചിച്ചിട്ട് അന്ന് പറഞ്ഞിട്ട് സൈക്കിളൊക്കെ എടുത്ത് റോട്ടിലൂടെ നടന്നു പോയത് പ്രതിപക്ഷ നേതാവിന് ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടാവും. വമ്പൻ സമരങ്ങൾ. ഇന്നിപ്പോൾ എന്താ നിലപാട്? ഇപ്പം തുടർച്ചയായി കേന്ദ്രം വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമില്ലേ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക്? ഇവിടെ നികുതി കുറക്കുന്നുണ്ടോ? ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടത് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ്. ശരി. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. യൂട്ടേണുകളുടെ ഒരു കാലമാണ്. അത് പോട്ടെ. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് വിലക്കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ മോദി സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പ് കൂടി എഴുതി വിടായിരുന്നു. ഇല്ലെങ്കിൽ 2 പ്രതിഷേധ വാക്ക്. ഇമാതിരി വില വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാനാണ്, മോദി സർക്കാർ ഇത് ചെയ്യരുത് എന്നെങ്കിലും പറയായിരുന്നു. ഇപ്പോൾ 2ാമത്തെ തവണയും മുഖ്യമന്ത്രി ആയതിനു ശേഷം വർദ്ധിപ്പിച്ചപ്പോഴും അതിൽ നിന്ന് ഉരുണ്ടുവരണ്ട് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പഴയ വർത്തമാനം വെച്ച് മുട്ടിടിക്കുന്നതാണോ എന്ന് സംശയിച്ച് മോദീശൻ എന്നെല്ലാം എതിരാളികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടുവിറച്ചുകൊണ്ടൊരു തൊഴലും കാണലും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അധികം പേടിപ്പിക്കേണ്ട, രത്തൻ ഖേൽക്കറെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് മോളിൽ നിന്നുള്ള നിർദ്ദേശം, എതിരാളികളുടെ നിർദ്ദേശം. പിന്നെ മോദി സാറ് ക്ഷമിച്ചോളും അത്രേ. മുഖ്യമന്ത്രിക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.